മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട് അല്ലെങ്കിൽ വിവാദങ്ങളുണ്ട് എന്നുള്ള സംഗതി. അതിനെപ്പറ്റി കൂടി ഞാൻ വിശദീകരിക്കാം. മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള സംഘടന എന്ന സ്വഭാവത്തിലേക്ക് നീക്കുന്നത് തെറ്റായ നടപടിയാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അതേസമയത്ത് കേരള അസംബ്ലിയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി കെ പി മജീദ് സമയമെടുത്ത് ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് കൃത്യമായി രേഖകൾ മുഖേന തെളിയിക്കുന്ന വിധത്തിൽ കേരള അസംബ്ലിയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കെ എം ഷാജിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന പ്രസ്താവനയില്ല, അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയ ഒരു കാര്യം, മുസ്ലിം ലീഗ് ഒരിക്കലും ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് എടുത്തിട്ടില്ലെന്നാണ്. ആ കാര്യം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു സംഗതിയിൽ വലിച്ചഴിക്കുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ട് നിങ്ങൾ ചോദിച്ച സമയത്ത് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ബഹുമാനപ്പെട്ട തങ്ങൾ എടുത്തു കഴിയുകയും അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് വിവാദമാക്കേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെളിച്ചത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും മറ്റൊരു കാര്യത്തിന് കൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല എന്നും. അതായത് മറ്റ് ജനവിഭാഗങ്ങൾ തമ്മിൽ വസ്തുക്കളുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും വിവാദങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉയർന്നു വരികയാണെങ്കിൽ അവിടെ ശാന്തി മന്ത്രവുമായി പോയ ഒരു പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൽ മാത്രമല്ല എല്ലായിടത്തും അതുപോലുള്ള സമീപനങ്ങൾ ജനങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മുസ്ലിം ലീഗ് ഏത് കാലത്തും എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ നിലയിൽ മറ്റൊരു വ്യാഖ്യാനത്തിന് അർത്ഥമില്ല. ഇതാണ് വ്യക്തമാക്കാനുള്ള കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണല്ലോ ഇപ്പോൾ പിന്നീട് വന്നത്, ഈ വഖഫ് ഭൂമിയല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് നേരിട്ട കാര്യം പറയണ്ടേ? അതല്ല എൻ്റെ വാക്കുകൾ. ഞങ്ങൾ പാർട്ടി എടുത്തു പോകുന്ന നിലപാടിനെക്കുറിച്ചും അത് ഒരു ഘട്ടത്തിൽ ഞാൻ വിശദീകരിച്ചല്ലോ. ആ കാര്യങ്ങളെപ്പറ്റി ലീഗിന് പറയാനുള്ള കാര്യമാണ്. മറ്റേ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവെന്നല്ല, ഞങ്ങൾക്കുള്ള സമീപന രീതി ഇതാണ്. അതല്ലാതെ ഞങ്ങളിപ്പോൾ ഈ മീറ്റിങ്ങിൽ അതല്ല, അതിലേക്ക് ഞാൻ വരാം. ഞങ്ങളുടെ ഉത്തരവാദിത്വം കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്ത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. അത് ഇഷ്യൂവിൻ്റെ പൊതു സ്വഭാവത്തിലും ഞങ്ങൾ പാർട്ടിയെപ്പറ്റി പറയുന്ന വിവാദങ്ങളിലും ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത് ധാർമ്മിക ബാധ്യതയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പ്രതിപക്ഷ നേതാവിനോട് കൃത്യമായി പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം മാത്രമല്ലെന്നേ, നമ്മൾ ആരാണോ ഞങ്ങളുടെ നിലപാടിതാണ്. അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിനല്ല നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വാക്കുകൾ ഒരു വളച്ചുകെട്ടുമില്ലാതെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാന്നുള്ളത്. അങ്ങനെ അതൊക്കെ വേറെ കാര്യം. അത് ഞങ്ങളുടെ നിലപാട് പറയാന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനല്ല. അത് എന്തിനാ, അതല്ല ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവെന്ന് മാത്രമല്ല ആരായിരുന്നാലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സംശയമില്ലല്ലോ. അത് വേറെ കാര്യം. അതിപ്പോൾ നോക്കാം എന്താണ് UDF യോഗത്തിൽ ഉയർത്തേണ്ടതാണോ അല്ലേ എന്നുള്ളത് വേറെ ഫോർത്ത് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഈ എല്ലാ 3 പോയിന്റിലുള്ള കൃത്യമായ വിശദീകരണമാണ്. പാർട്ടിയായിട്ട് അത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിലൊരു വർഗീയ വിഭജനത്തിന് സംഘപരിവാർ സംഘടനകൾ കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കെ സ്വയം പാർട്ടിയായിട്ട് അത്തരത്തിലുള്ള ആളുകൾ വെറുതെ പ്രസ്താവനകൾക്ക് പോകേണ്ടതില്ല എന്ന്. അങ്ങനെയല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് വ്യക്തമാണ്. നിങ്ങളെല്ലാം ഇതിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ നിലപാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വിശദീകരിച്ചത്. തങ്ങൾ ഒരിക്കലും ഇത് വഖഫ് ഭൂമിയല്ല, വഖഫ് ഭൂമി പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് ക്ലോസ്ഡ്. അതിൽ പിന്നെ പുതിയ ചർച്ചയുടെ ആവശ്യം ഉദിക്കുന്നില്ല.
ആണെന്നും പറഞ്ഞില്ല, നിലവിലിപ്പം ആണെന്നും എന്ത്? പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല, അങ്ങനെയാണോ? അങ്ങനെയല്ല, വളരെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ. ലീഗ് വഖഫ് ഭൂമിയല്ല എന്നൊരിക്കലും ലീഗ് പറഞ്ഞിട്ടില്ല എന്ന് ഇ.ടി. മുഹമ്മദ് ബഷീറും പറയുന്നു. കെ.എം. ഷാജിയെ പിന്തുണയ്ക്കുകയാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ. എന്നാൽ സർക്കാർ ഇതിൽ രമ്യമായി പരിഹാരം കാണണം എന്നുള്ളത് കൂടി പറയുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിൽ എന്താണ് പ്രതികരണമെന്ന് ചോദിച്ചതിൽ കൂടുതൽ അദ്ദേഹം ഒന്നും പറയുന്നുമില്ല.